എൻ്റെ വീട് അമ്പലപ്പുഴയിലാണ്. അപ്പം മയിലിനെയൊക്കെ കാണാനായിട്ട് ഹരിപ്പാട് അമ്പലത്തിൽ പോകുമായിരുന്നു. അവിടെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേ. അപ്പം മയിലെന്ന് പറയുമ്പോൾ ഇപ്പം എനിക്ക് പേടിയാണ്. ആച്ചാ അല്ലെങ്കിൽ അമ്മ എനിക്കൊരു തണ്ണിമത്തം മേടിച്ചതാണ് ഒക്കെ പറയുമ്പോൾ നമ്മൾ എത്ര വിഷം ഒഴിച്ച് കൊടുക്കുന്ന സാധനങ്ങളാണ്. നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമുക്കറിയാം. എൻ്റെ പേരാ പറഞ്ഞാൽ നമ്മൾ പൂറ്റൂർ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലാട്ടോ നമ്മളിത് കൃഷി ചെയ്യുന്നത്. പൂറ്റൂർ എന്ന് പറയുന്നത് കൊട്ടാരക്കരയ്ക്ക് അടുത്ത് ഏനാത്തിനപ്പുറം, ഏനാത്ത് കുളക്കട കഴിഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ്. പുത്തൂർ മുക്കിന് കുറച്ച് അകത്തേക്ക് പോകുന്ന ഒരു സ്ഥലമാണ് പൂറ്റൂർ എന്ന് പറയുന്നത്, കൊച്ചൊരു ഗ്രാമപ്രദേശം. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ ഒരു സൂര്യകാന്തിയും ഈ പറഞ്ഞ കണക്ക് തണ്ണിമത്തനുണ്ട്, നമ്മുടെ സ്വീറ്റ് കോണുണ്ട്, ഒരു കൃഷി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കൃഷി എന്ന് പറയുന്നത് സ്വന്തം നിലമൊന്നുമല്ല, സ്വന്തമായിട്ടുള്ള സ്ഥലമില്ല, കുറച്ച് ഒരു ഏരിയ മാത്രമേ ഉള്ളൂ. അത് നെൽപ്പാടമാണ്. പല ഹസ്ബൻഡ് പേര് സുബിത്ത് എന്നാണ്, അദ്ദേഹം ചന്ദനത്തോപ്പ് ITIയിൽ സീനിയർ ഇൻസ്റ്റിറ്റ്യൂട്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ പോലെ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴത്തേക്ക് അവിടുന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന സീഡ്സ് വെച്ചിട്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കണക്ക് നെല്ലിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പലതരത്തിലുള്ള ഉമ്മ തൊട്ട് പലതരത്തിലുള്ള രക്തശാലി, അതേപോലെ തന്നെ നസർബാത്ത്, ഇതേപോലെ പല കൃഷികളും ചെയ്യാറുണ്ട്. അതിൻ്റെ നിലവിലിപ്പോൾ ഇടകൃഷിയായിട്ട് നമ്മൾ അവിടെ, അതായത് ഈ നെൽകൃഷി ചെയ്തെടുത്ത് വൻപയർ, ചെറുപയർ, ഉഴുന്ന്, പിന്നെന്താ നമ്മുടെ എള്ള്, ഇതേപോലുള്ള സാധനങ്ങളാണ് ഇപ്പോൾ അവിടെ ഇടകൃഷിയായിട്ട് അവിടെ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ ഈ ഒരു പ്ലോട്ടിൽ ഇട്ടിരിക്കുന്നത് തണ്ണിമത്തനും സൂര്യകാന്തിയും സ്വീറ്റ് കോൺ. അപ്പോൾ ഈ സൂര്യകാന്തിയൊക്കെ നേരത്തെ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മളെല്ലാവർക്കും ഒന്ന് ചെന്നെത്തിപ്പെടാൻ ഉള്ള ഒരിടത്തായിരുന്നില്ല നമ്മൾ കഴിഞ്ഞ വട്ടമൊക്കെ ഇട്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മൾ ഈ വരുന്ന വഴിക്ക് തന്നെ ഇങ്ങനെ കാണാറുണ്ട്, സൂര്യകാന്തിയൊക്കെ ഇട്ട് കാണാറുണ്ട്. അപ്പോൾ നാട്ടുകാരുടെ ഇടയ്ക്കും ഈ പറഞ്ഞ നമ്മുടെ നാട്ടിൽ ഈ സൂര്യകാന്തി ഉണ്ടാവും എന്നൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതൊന്ന് എല്ലാവരെയും ഒന്ന് വെൽക്കം ചെയ്യാൻ നമുക്ക് ഇങ്ങനെ പറ്റും, എസ്പെഷ്യലി കുട്ടികൾക്ക് കേട്ടോ. സൂര്യകാന്തി നോക്കുന്നത് കണ്ടോ, ഇതിപ്പോൾ ഒരു ലെയറേ ആയിട്ടുള്ളൂ. ഇപ്പോൾ ഇനി നമുക്ക് മൊത്തം വിടർന്ന് വരും, ഇങ്ങനെ വിടർന്നിരിക്കും. ഏകദേശം ഒരു മാസത്തോളമൊക്കെ പോകും, ചിലപ്പോൾ 3 ആഴ്ച കഴിയുമ്പോൾ ഫേഡായി വരും. എങ്കിലും അതിൻ്റെ ഒരു മാക്സിമം പീരീഡാണ് ഞാൻ ഈ പറഞ്ഞത്. ഇപ്പോൾ കണ്ടില്ലേ, ഇതാ ഞാൻ ഈ ഒരാൾ പൊക്കമുണ്ട്. അതേപോലെ ഓരോ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ചിലത് ഇതിനേക്കാളും കൂടുതൽ ഹൈറ്റ് വരുന്നുണ്ട്, ഇങ്ങനെ പോകുന്നുണ്ട്. കണ്ടോ, ഓരോ ഇത് എങ്ങോട്ടാണ് നോക്കിയിരിക്കുന്നതെന്ന് കണ്ടോ, മന്ദാരം അടിച്ച് വരുന്നുണ്ട്. എങ്കിലും കണ്ടോ, എല്ലാം ഒരേ ഏരിയയിലേക്കാണ്. നിങ്ങൾ അങ്ങോട്ടേക്കൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും, എല്ലാം ഒരേ ഏരിയയിലേക്കാണ് പോകുന്നത്. അങ്ങോട്ട് ഫേസ് ചെയ്തുകൊണ്ടായിരിക്കുന്നത് കേട്ടോ. നമ്മൾ പഠിച്ചിട്ടില്ലേ ടെക്സ്റ്റ് ബുക്കിൽ, സൂര്യൻ എവിടെയാണോ അങ്ങോട്ട് നോക്കിയാൽ ഇരിക്കുന്നതെന്ന്. അപ്പോൾ ഒരെണ്ണമൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഭംഗി അറിയാൻ പറ്റത്തില്ല. ഇതിപ്പോൾ ഈ പറഞ്ഞ കണക്ക് കുറേ ഇങ്ങനെ ഏരിയയിൽ നിന്ന് കഴിഞ്ഞാൽ അല്ലേ നമുക്ക് അതിൻ്റെ ആ ഒരു ഭംഗിയും ഒക്കെ നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റുമോ. അതാകണ്ടോ, എല്ലാം അങ്ങോട്ട് നോക്കിയിരിക്കുന്നുണ്ടേ, ആ ഒരു ഏരിയയിലേക്കുണ്ടോ. ഇവരെപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇത് വെയിലായിട്ടായിരിക്കും, കുറച്ച് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മുടെ ഈ ഒരു നടുഭാഗത്തായിട്ട് നമ്മുടെ തേനീച്ചകളും ഒക്കെ വന്നിരിക്കും. ചില സമയത്ത് ബട്ടർഫ്ലൈസൊക്കെ ഒന്ന് ഇങ്ങനെ അങ്ങ് കൂടും ഇതിൻ്റെ തേൻ കുടിക്കാനായിട്ട്. കാണുമ്പോഴേ നല്ല രസമാണ്. നിങ്ങൾ ഈ ചുമ്മാ കിടക്കുന്നുണ്ടോ പ്ലോട്ട്, ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നിറച്ചുണ്ടായിരുന്നു. പറഞ്ഞ കണക്ക് മയിലൊക്കെ വന്ന്, എൻ്റെ വീട് അമ്പലപ്പുഴയിലാണ്. അപ്പം മയിലിനെയൊക്കെ കാണാനായിട്ട് ഹരിപ്പാട് അമ്പലത്തിൽ പോകുമായിരുന്നു, അവിടെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേ. അപ്പം മയിലെന്ന് പറയുമ്പോൾ ഇപ്പം എനിക്ക് പേടിയാണ്. കാര്യം ഇത് വന്ന് ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് നല്ല വെയിറ്റ് ആണല്ലോ, വന്ന് ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ഏരിയ അത്രയും അങ്ങ് പോകും. പിന്നെ അവർ വന്ന ആഹാരം അതിനകത്തുനിന്ന് കഴിക്കാം. പിന്നെ ആഹാരത്തിനാണല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ ആ പോട്ടെ എന്നങ്ങ് വെക്കും. ഉണ്ടാവും ചിലതൊക്കെ ഈ ഒരു ഏരിയ നോക്കിക്കഴിയുമ്പോൾ പന്നി നശിപ്പിക്കുന്നതാണ്. നമ്മളിങ്ങനെ ഇത്രയും പൊക്കമുള്ളതാണ്, ഇടയ്ക്ക് കയറി അങ്ങ് പന്നിയൊക്കെ കുറേ അങ്ങ് നശിപ്പിച്ചിട്ടേച്ച് പോകും. താഴെ ഇതേ കണ്ടോ, തണ്ണിമത്തൻ. ഇതിപ്പോൾ എന്തോ അതിന് വയ്യാതായി, എന്തോ ഒരു ഡിസീസ് ബാധിച്ചിട്ടുണ്ട്, അങ്ങനെ കിടക്കുന്നു. നമ്മൾ പ്രത്യേകിച്ച് മരുന്നൊന്നും അടിക്കാറില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇതിങ്ങനെ കിടക്കുന്നത്. പെസ്റ്റിസൈഡോ ഇൻസെക്ടിസൈഡ്സോ അതൊന്നും നമ്മൾ അടിക്കാറില്ല. കണ്ടോ, ഇതിനൊക്കെ വായിച്ച് തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടോ, ഇതിപ്പോൾ ചെറുതാണ്, ഒരു പിഞ്ചിനേക്കാളും ഒരു ഇച്ചിരിയും കൂടെ ആയിട്ടേ ഉള്ളൂ. കണ്ടോ, ഏകദേശം ഒരു 5 മുതൽ 10 കിലോ വരെയൊക്കെ പോകും ഒരെണ്ണത്തിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. ഉണ്ടോ, ഇത് ആയി വരുന്നുണ്ട്, ഇതും ആയി വരുന്നുണ്ട്. ഇതുണ്ട്, ഇതെങ്ങനെ ആകുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ഇതിനെപ്പറ്റി അറിയാവുന്നവരാണെങ്കിൽ അവരിങ്ങനെ കൊട്ടിയൊക്കെ നോക്കും. ഇങ്ങനെ കൊട്ടി നോക്കുമ്പോൾ അറിയാം. എനിക്കിപ്പോൾ അങ്ങനെ കൊട്ടി നോക്കാൻ അറിയില്ല. പകരം ഞാൻ ഇത് കണ്ടോ, നമ്മുടെ ഈ ഒരു സർക്കിളില്ലേ,
അതിൻ്റെ ആ ഒരു വീതി ഇത് കണ്ടോ, ഇവിടം വരെ നല്ല വീതി വന്നിട്ട് ഇവിടെ അധികം വീതിയിലേക്ക് ഇത് പോകുന്നില്ല. അപ്പോൾ ഇതും കുറച്ചുകൂടെ അങ്ങ് വിടർന്നു വരും. അപ്പോൾ അങ്ങനെയാണ് ഞാനൊക്കെ മനസ്സിലാക്കുന്നത്. ഇത് എടുക്കാറായി എന്നുള്ള ഒരു പരുവം. അങ്ങനെ ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണ് ഇങ്ങനെ കൃഷി ചെയ്യുന്നത്, സൂര്യകാന്തി കൊണ്ട് നിങ്ങൾക്ക് എന്താണ് പ്രയോജനം എന്നൊക്കെ ചോദിച്ചാൽ പ്രത്യേകിച്ച് പ്രയോജനമല്ല. ഇത് ഓരോരുത്തർക്കും ഓരോ പാഷൻ അത് നോക്കി പോകുന്നതാണ്. നമുക്ക് ഈ പറഞ്ഞ കണക്ക് സൂര്യകാന്തി വിറ്റിട്ട് ഇല്ലെങ്കിൽ സൂര്യകാന്തിയുടെ എണ്ണ എടുക്കാനോ ഈ ഇത്രയും പൂക്കൾ കൊണ്ടൊന്നും 1 ലിറ്റർ എണ്ണ പോലും നമുക്ക് കിട്ടത്തില്ല. ഈ സൂര്യകാന്തി ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ എന്നൊക്കെ പറഞ്ഞ് വരുന്നില്ലേ, ഇത്രയും ഇത് 1 ലിറ്റർ പോലും നമുക്ക് കിട്ടത്തില്ല. പിന്നെ എവിടുന്ന ഈ സൂര്യകാന്തി എണ്ണ വരുന്നത്? അതൊക്കെ നമ്മൾ അതൊക്കെ അന്വേഷിക്കേണ്ട കാര്യം തന്നെ. നമ്മുടെ ഈ പറഞ്ഞ അതിലേക്കൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കേ ഒത്തിരി നമ്മൾ കൃഷി ചെയ്ത് തുടങ്ങുമ്പോൾ അറിയാം, നമുക്ക് അതിനകത്തുനിന്ന് മനസ്സിലാവും ഇതിനൊക്കെ എന്തുമാത്രം ഉടായ്പകൾ നടക്കുന്നുണ്ടെന്നുള്ളത്. കാര്യം നമ്മൾ എള്ള് കൃഷി ചെയ്യുന്നുണ്ടല്ലോ, നേരത്തെ പറഞ്ഞ പോലെ. നമ്മളിപ്പം എള്ള് കൃഷി ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എള്ളെണ്ണ നമ്മൾ സ്വന്തമായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ കുറേയും കൂടെ ആഡ് ചെയ്യണം. അതായത് ചക്കര അത് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ചക്കലിട്ട് ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അതൊരു നമ്മൾ എക്സ്ട്രാ ഇതും കൂടെ ഇട്ട് കഴിഞ്ഞാലേ നമുക്കാകത്തുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ കടകളിലൊക്കെ ഈവൻ ഇതയം നല്ലെണ്ണ പോലും നമ്മൾ അതൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഇവർ എത്ര സാധനങ്ങൾ ആഡ് ചെയ്യുമ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ അവർ ആഡ് ചെയ്യുമോ? അതായത് ചക്കര നമ്മൾ 1 ലിറ്റർ എടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എത്രയോ കിലോ നമ്മൾ കുറഞ്ഞത് ഒരു 5 കിലോ ചക്കരയെങ്കിലും ഇടാതെ നമുക്ക് നല്ലെണ്ണയൊന്നും ആട്ടാൻ പറ്റത്തില്ല. കുറഞ്ഞ കാര്യമായി പറയുന്നത്. അപ്പോൾ ഈ നമ്മുടെ വ്യാവസായിക അടിസ്ഥാനത്തിൽ നോക്കിക്കഴിയുമ്പോൾ എത്ര ആട്ടേണ്ടി വരും അവർ. ഇപ്പം സൂര്യകാന്തി എണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് സൂര്യകാന്തി അല്ല ആണെന്ന് ഞാൻ പറയൂല. സൂര്യകാന്തി നമ്മൾ ഇതിനകത്ത് തന്നെ എന്താ കിട്ടാനില്ല, ഒന്നും കിട്ടാനില്ല. ഇതിൽ നിന്ന് 1 ലിറ്റർ പോലും കിട്ടത്തില്ല. എത്ര പൂക്കൾ കളക്ട് ചെയ്തായിരിക്കും നമുക്ക് ഇച്ചിരി സീഡ്സ് തന്നെ കിട്ടുന്നത്. പിന്നെ ഞങ്ങൾക്ക് വീട്ടിൽ കിളികളുണ്ട് കേട്ടോ, ലവ് ബേർഡ്സ് ഒക്കെ ഉണ്ട്. അവർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തുനിന്ന് സീഡ്സ് കളക്ട് ചെയ്ത് കൊടുക്കാം. ഈ സീഡ്സ് മേടിക്കുന്നതിന് എനിക്ക് തോന്നുന്നു 1 പാക്കറ്റിന് 5000 എത്രയോ ആയി. നമ്മൾ ചെന്നൈയിൽ നിന്നാണ് ഇത് മേടിച്ച് അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. നമ്മുടെ ഇവിടെ അത്ര നല്ല സാധനം കിട്ടാനില്ല. ഇതിപ്പോൾ നമ്മൾ ഇടുമ്പോഴത്തേക്ക് ഹൈബ്രിഡാണ്. ഇടുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം എല്ലാം കിളിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ ഈ സീഡ് ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ നിന്ന് നമ്മൾ മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഇതിനേക്കാളും ഡബിൾ ഇരട്ടി വില കൊടുക്കുന്നത് വരും. നമ്മളിപ്പോൾ ഒരു ഹോൾസെയിൽ കടയിൽ നിന്നാണ് മേടിച്ചത്, അവർ തന്നെ തരുന്നത് ഈ വിലയ്ക്കാണ്. അപ്പോൾ ഞാൻ ഒരു പാക്കറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു 5 കിലോ ആണോ അടങ്ങുന്നതാണ് ഒരു പാക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കിലോയ്ക്ക് എത്രയായി അവിടെ തന്നെ. അപ്പോൾ അതാണ് നമ്മൾ പൈസ വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്നും ഇങ്ങനെ നിൽക്കത്തൊന്നുമില്ല. ഓരോരുത്തർക്കും ഓരോ ഇതുണ്ട്. പിന്നെ ഗവൺമെൻറ് അത്യാവശ്യം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. പ്രത്യേകിച്ച് കാശിനെ നോക്കിയിട്ടൊന്നും കാര്യമില്ല. ഈ പറഞ്ഞ കണക്ക് നമുക്കൊരു ആത്മസംതൃപ്തി എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളുണ്ടല്ലോ. കുട്ടികളിപ്പം ആച്ച ഇല്ലെങ്കിൽ അമ്മ എനിക്കൊരു തണ്ണിമത്തം മേടിച്ചതാണ് ഒക്കെ പറയുമ്പോൾ നമ്മൾ എത്ര വിഷം അടിച്ച് കൊടുക്കുന്ന സാധനങ്ങളാണ്. നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമുക്കറിയാം എന്തുമാത്രമൊക്കെ അടിച്ച് വരുന്ന സാധനങ്ങളാണ്. നമ്മൾ തന്നെ പല സ്ഥലങ്ങളിൽ പോയി ഗാസിയാബാദിലും ഒക്കെ പോയി അവിടുന്ന് ആ വിത്ത് എടുത്തുകൊണ്ട് വരുന്നു. അല്ല ഇപ്പോൾ കുട്ടനാടിലേക്കൊക്കെ, എൻ്റെ നാട് കുട്ടനാട് ഏരിയ, അപ്പർ കുട്ടനാട് ഏരിയ, അവിടെയൊക്കെ ഞാൻ എടത്വ കോളേജിലാണ് പഠിക്കുന്നത്. അപ്പോൾ കോളേജിലേക്ക് പോകുന്ന വഴി എന്ന് പറയുന്ന 2 സൈഡും നെൽകൃഷികളാണ്. എന്തുമാത്രം വിഷമടിച്ചാൽ വരുന്നതെന്നറിയാം. നെല്ലിനകത്ത് നമ്മൾ സ്ഥിരം കഴിക്കുന്ന നെല്ലിനകത്ത് അതിലും എത്രയോ ഭേദമാണ്. നമ്മൾ ഇപ്പം എല്ലാവരും ചോറൊക്കെ കഴിക്കുന്ന 1 കപ്പൊക്കെ കഴിക്കുന്നതേ ഉള്ളൂ. ഇതൊക്കെ എല്ലാവരും അറിഞ്ഞു തുടങ്ങി അല്ലേ. നോക്കി ഇവിടെ നിന്ന് സൂര്യകാന്തി പാടം കാണാൻ എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഒന്ന് ആലോചിച്ചാൽ മതി, ഇവിടെ ഒന്നും നശിപ്പിക്കരുത്, അത്രയേ ഉള്ളൂ. താഴെ അതിന് കുറേ ഏരിയ അല്ലാതെ തന്നെ പോയിട്ടുണ്ട്. നമ്മൾക്ക് ഈ പറഞ്ഞ കണക്ക് പന്നിയുടെ ശല്യവും അങ്ങനെയൊക്കെ ശല്യം അവരാഹാരത്തിന്. ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഏനാത്ത് കുളക്കട കഴിഞ്ഞിട്ട് പുത്തൂർ മുക്ക് എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. അവിടുന്ന് അകത്തേക്ക് പോകുന്നു. പൂവറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത്. നമ്മുടെ കൃഷിയിടം ഉള്ളത്. ഇനി അവിടെ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂവറ്റൂർ ഹോസ്പിറ്റൽ ആശുപത്രി ഉണ്ട്. ഇവിടെ ആശുപത്രിയുടെ ബാക്ക് സൈഡായിട്ടാണ് നമ്മുടെ ഈ ഒരു ഏരിയ വരുന്നത്. സൂര്യകാന്തി പാടം നിൽക്കുന്നത്. നമ്മൾ വരിക, ഫോട്ടോ എടുക്കുക, എല്ലാം ചെയ്യുക. പക്ഷെ താഴെ ശ്രദ്ധിക്കണം, കൃഷി നശിപ്പിക്കരുത്, അത്രയേ ഉള്ളൂ.